വയർ തീരെ കുറയുന്നതാണ് പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും വയർ കാണാനേ ഇല്ലല്ലോ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ. ഗർഭധാരണമാണ് ഏറ്റവും കൂടുതൽ മാറ്റം ദൃശ്യമാകുന്ന സമയമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ഇത് പുറമേയുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് വയർ നോക്കി തന്നെയാണ്. ഗർഭത്തിൻ്റെ തുടക്കത്തിൽ വയർ കാണില്ലെങ്കിലും മാസങ്ങൾ കഴിയും തോറും വയർ വലിപ്പം കൂടുതലാകുന്നു. പലർക്കും പലതരത്തിലാകും വയർ. ചിലർക്ക് വയർ കൂടുതലാകും, ചിലർക്കാകട്ടെ വയർ വളരെ കുറവും. കൂടാനും കുറയാനും പല കാരണങ്ങളുണ്ട്. പലരും ആശങ്കപ്പെടുന്ന ഒന്നാണ് ഗർഭിണിയാണെങ്കിലും വയർ കുറവാണ് എന്നുള്ളത്. ഗർഭകാലത്തെ വയർ സംബന്ധമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 3 മാസമാകുമ്പോൾ ഇടുപ്പെല്ലിൻ്റെ തൊട്ട് പുറത്തേക്ക് വയറ് വരുന്നു. ആ എല്ലിൻ്റെ പുറത്തേക്ക് ഗർഭപാത്രം വരുന്നു. 4 മാസമാകുമ്പോൾ എല്ലിനേക്കാൾ 3 വിരൽ മുകളിലേക്ക് നീക്കുമ്പോഴുള്ള അത്ര വയർ വരുന്നു. 5 മാസമാകുമ്പോൾ പൊക്കിളിന് തൊട്ട് താഴെ വരെ, അതായത് പൊക്കിളിന് 2 സെൻറ്റിമീറ്റർ താഴെ വരെ വരുന്ന രീതിയിൽ വയറ് വരുന്നു. 6 മാസമാകുമ്പോൾ പൊക്കിളിന് 1-2 സെൻറ്റിമീറ്റർ മുകളിലായാണ് വയർ വലുപ്പമായി വരിക. 7 മാസത്തിൽ പൊക്കിളിൽ നിന്ന് 3 വിരൽ മുകളിലേക്ക് വലിപ്പം വരുന്നു. 8 മാസമാകുമ്പോൾ നടുഭാഗത്തെ എല്ലിൽ നിന്നും 3 സെൻറ്റിമീറ്റർ താഴെയായി വയറ് വരുന്നു. 9 മാസത്തിൽ 2 സെൻറ്റിമീറ്റർ താഴെ വരെ വരുന്നു. ഇതിനേക്കാൾ കൂടുമ്പോൾ, അതായത് പൂർണ്ണ ഗർഭമാകുമ്പോൾ വയർ താഴാൻ തുടങ്ങും. കുഞ്ഞിൻ്റെ തല പ്രസവത്തിന് ഒരുങ്ങി താഴേക്ക് ഇറങ്ങുന്നു. ഇത് അമ്മയ്ക്ക് തന്നെ അനുഭവപ്പെടും. വയറിന് താഴേക്ക് കനം തോന്നും, അതായത് മുകളിലെ എല്ലിന് 3 വിരൽ താഴേക്കായി വയർ ഇറങ്ങുന്നു. 9-ാം മാസം വരെയാണ് വയർ മുകളിലേക്ക് ഉയർന്നു നിൽക്കുക. ശാസ്ത്രീയമായി പറഞ്ഞാൽ 3 മാസം വരെ ഇടുപ്പെല്ലിന് സമമായാണ് വയർ നിൽക്കുക, അതായത് വയർ പുറത്തേക്ക് കാണാനാകില്ല. ഇതിനു ശേഷമാണ് വയർ പുറത്തേക്ക് കാണുക, അതായത് 4 മാസത്തിൽ പൊക്കിളിനും നാഭിയെല്ലിൻ്റെയും ഇടയിലായി. 5 മാസം വരെ പൊക്കിളിന് തൊട്ടു താഴെ വരെ. 6 മാസം പൊക്കിളിന് മുകളിൽ. യൂട്രസ് പുറത്തേക്ക് തള്ളി വരുമ്പോഴാണ് വയർ കാണുന്നതും, അതായത് കൊഴുപ്പ് ഇല്ലാത്ത തരം വയർ. 3 മാസത്തിന് മുൻപേ വയർ കാണപ്പെടുന്നുവെങ്കിൽ അത് ഗർഭം കാരണം ഉണ്ടാകുന്ന വയറാകില്ല, മറിച്ച് കൊഴുപ്പ് കാരണമുള്ള സ്വാഭാവിക വയർ തന്നെയാകും. ചിലർക്ക് വയർ കൂടുതലാകും, ചിലർക്ക് കുറവും. പൊതുവെ വയർ ഉള്ളവർ, അതായത് സ്വാഭാവികമായി തടിയും വയറും ഉള്ളവരെങ്കിൽ കൂടുതൽ വയർ കാണും. ഇത് യൂട്രസ് അല്ല, അത് കൊഴുപ്പാണ്. യൂട്രസ് വികസിച്ചു വരുന്നതാണ് ഗർഭകാല വയർ. ചിലപ്പോൾ ഇതല്ലാതെ വയർ കൂടുതൽ വരും. ഇതിന് കാരണം കുട്ടിക്ക് കൂടുതൽ വളർച്ചയുണ്ടാകുമ്പോഴാണ്. പ്രമേഹം, വെള്ളം കൂടുതലാണെങ്കിൽ, ഇരട്ടകളാണെങ്കിൽ, ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ എല്ലാം വയർ കൂടുതലുണ്ടാകും. ഇതുപോലെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ച് കുട്ടിക്ക് വളർച്ച കൂടുമ്പോഴും വയർ കൂടുതലുണ്ടാവാം. ഷുഗർ പോലുള്ള അവസ്ഥകൾ ഗർഭകാലത്താണെങ്കിൽ കുട്ടിക്ക് വലിപ്പം കൂടുതൽ കാണാം. അതുപോലെ തന്നെ വയർ കുറവ് തോന്നുന്ന അവസ്ഥയുമുണ്ട്. ഇതിന് ഒരു കാരണം കുഞ്ഞിൻ്റെ വളർച്ച കുറവാകാം. പല കാരണങ്ങളാലും കുട്ടിക്ക് വളർച്ച കുറവുണ്ടാവാം. BP, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം കുട്ടിക്ക് വളർച്ച കുറവുണ്ടാക്കാം. ഇത്തരം കാരണം അല്ലെങ്കിൽ പ്ലാസൻ്റയുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ വളർച്ച കുറവുണ്ടാകാം. ചിലപ്പോൾ കുഞ്ഞ് ചെരിഞ്ഞു കിടക്കും, അപ്പോൾ വയറ് കുറവ് തോന്നും. ഇത് കുഞ്ഞിൻ്റെ പൊസിഷൻ പ്രശ്നം കാരണമാകാം. ചിലർക്കാകട്ടെ ഗർഭം നാം കണക്ക് കൂട്ടുന്ന ആഴ്ചകളുടെ കണക്ക് തെറ്റിയാൽ വയറ് കുറവാണെന്ന തോന്നലുണ്ടാകാം. 5 മാസമെങ്കിൽ നമ്മുടെ കണക്ക് 6 മാസം എന്നതാണെങ്കിൽ 5-ാം മാസത്തെ വയറേ കാണൂ. ഇതിനാൽ തന്നെ വയർ മാത്രം നോക്കി ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നർത്ഥം. പരിചയസമ്പന്നനായ ഒരു ഡോക്ടർക്ക് ഇതല്ലാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന മെഡിക്കൽ വഴികൾ ധാരാളമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.